ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി, ഇതിൻ്റെ ജ്യൂസ് കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൊണ്ടാട്ടം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നു. ഇനി നമുക്കിതിലേക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ ഞാനിവിടെ പാനിലേക്ക് ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോഴേ ഞാനിടുന്ന അടിപൊളി റെസിപ്പീസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അടുത്ത ബാച്ച് കൂടി ഞാനിതിലേക്ക് ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ ഫ്രൈ ആക്കിയെടുത്തു. ഇനി ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഈ വറ്റൽമുളക് കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ മുഴുവനെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങ് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് ഒരു 10-25 ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്താണ്. ഒരുപാട് ചെറുതാക്കിയിട്ടില്ല, എങ്കിലും അല്പം ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചെറിയ ഉള്ളി തന്നെ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി കിട്ടാനായിട്ട് ഒട്ടും നിർവാഹമില്ല എന്നുണ്ടെങ്കിൽ മാത്രം സവോള ചെറുതായി അരിഞ്ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്താണല്ലോ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ആ ഒരു സ്മെല്ല് കറിവേപ്പിലയും കൂടെ ചേർത്തപ്പം നല്ല അടിപൊളി സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ. അതുവരെ നമ്മൾ ഇത് വഴറ്റി കൊടുക്കുക. ഇതിവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ എളുപ്പമാണ്, നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ചില്ലി ഫ്ലേക്സിന് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ചേർത്താലും മതി. കൊണ്ടാട്ടം നല്ല എരിവുള്ളതാണ് കേട്ടോ. അപ്പോൾ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ക്രിസ്മസിന് വിളമ്പാനായിട്ട് ഒരു സൂപ്പർ ഡിഷാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു 1/2 കപ്പ് അത്രയും മതി. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ടൊമാറ്റോ സോസ് സ്കിപ്പ് ചെയ്യരുത്, മറന്നു പോകാതെ ചേർത്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഹൈലൈറ്റ്. ഇനി ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ്, സോസിലൊക്കെ ഉപ്പുള്ളതാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്തിട്ടുള്ള സോസൊക്കെ നല്ലതുപോലെ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് പൊതിഞ്ഞ് പിടിച്ച് വരട്ടെ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇതുപോലെ മസാലയിലിട്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യുന്നില്ല. ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോകും. അത്രയും വേണ്ട. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റിൽ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.